നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കുത്ത് കിട്ടിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഏതാന്ന് പറയാൻ പറ്റുമോ? വേറെ ആരുമല്ല, നമ്മളുടെ മലയാളികളുടെ സ്വന്തം പുട്ടാണ്. ഈ പുട്ടിനില്ലാത്ത പരാതികളില്ല. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പുട്ടുണ്ടാക്കിയാൽ ഷേപ്പ് കിട്ടൂല, ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല ബലം വരും, നായനെ എറിയാൻ പറ്റും, കുറച്ച് കഴിഞ്ഞാൽ പുട്ട് പൊടിഞ്ഞു പോകും. ഇങ്ങനെ പുട്ടിന് ഇല്ലാത്ത പരാതികളില്ല. ഇതൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല, ഭൂരിഭാഗം വീടുകളിലും ചെയ്യാവുന്ന ഒരു കാര്യം. പക്ഷെ ഇതിനൊക്കെ പരിഹാരമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വീടുകളിൽ നമ്മൾ പുട്ടിന് പൊടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പുഴുങ്ങലരി ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഈ പുട്ടിന്റെ ഈ നായനെ എറിയാൻ പറ്റുന്ന പുട്ടാണ് എന്ന് പറയുന്ന പരാതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ഞാൻ പഠിച്ചത് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ ഞങ്ങളുടെ മില്ലിൽ ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ പുട്ടുപൊടി പൊടിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പൊ അവര് അന്ന് റേഷൻ കടയിൽ കിട്ടുന്ന പുഴുങ്ങല്ലരി വാഷ് ചെയ്ത് കുതിർത്ത് ഇതിന്റെ കൂടെ പൊടിക്കാൻ കൊണ്ടുവരും. അപ്പൊ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ അന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അവരുടെ പുട്ടിന്റെ സോഫ്റ്റ്നെസിന്റെ പിന്നിലെ രഹസ്യമെന്ന്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പാക്കറ്റിലായി വന്നു. പക്ഷേ ഇതാണ് നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ടിപ്പ്. ഇതുപോലെ ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നല്ല അറിവുകൾ ഞങ്ങൾക്ക് കമന്റ് ചെയ്യൂ. കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ.